പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും വ്ളോഗിങ്ങിലേക്ക് തിരിച്ചിറങ്ങാമെന്ന് വിചാരിച്ചു. പക്ഷെ ചെറിയൊരു മടിയൊക്കെ ഉണ്ട്, ബട്ട് ഐ വിൽ ട്രൈ മൈ ലെവൽ ബെസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു മൺഡേ വ്ളോഗാണ് കേട്ടോ. അപ്പം ഞാനും ഫ്രണ്ടും മാത്രമേ ഉള്ളൂ. അപ്പം ഒരു ഫ്രണ്ട് വരും കേട്ടോ. പിന്നെന്താ, അപ്പോൾ രാവിലത്തേക്കും ഇഡ്ഡലി ഉണ്ടാക്കാമെന്നാണ് ഞാൻ ഇന്നലെ രാത്രി വിചാരിച്ചിരുന്നത്. അപ്പം ഞാൻ അടുക്കള കയറുന്ന ദിവസം ഞാൻ തലേന്ന് തന്നെ തീരുമാനിച്ചേക്കൂട്ടെ എന്താ ഉണ്ടാക്കണമെന്ന്. അപ്പോൾ നമുക്ക് പിറ്റേന്ന് കയറുമ്പോൾ എളുപ്പമായിരിക്കുമല്ലോ. അപ്പം ചെറുതായിട്ട് ലൈറ്റിങ് ഇഷ്യൂ ഉണ്ട് കേട്ടോ, രാവിലെ തന്നെ അല്ലേ. പിന്നെ ഇപ്പോഴത്തെ മഴയായതുകൊണ്ട് അത്ര വലിയ ബ്രൈറ്റ് ആയിരിക്കില്ല പുറത്ത്. അപ്പം അതിൻ്റെ ഒരു ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ കറിയായിട്ട് ഞാൻ സാമ്പാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഒത്തിരി കഷ്ണങ്ങളൊന്നുമില്ല, ഉരുളക്കിഴങ്ങും തക്കാളിയും പരിപ്പും അങ്ങനെയൊക്കെ ഇട്ട് ചെറിയ കുഞ്ഞി സാമ്പാർ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കഷ്ണങ്ങളൊക്കെ ഞാൻ തലേന്ന് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിറ്റേന്ന് ജസ്റ്റ് പൊടി ഒന്ന് ചൂടാക്കിയിട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പണി കഴിയുള്ളൂ. ഭയങ്കര ഡള്ളായിട്ടിരിക്കുന്നു ഫേസ്, കൈ വേദന എടുക്കുന്നു. അപ്പോൾ പിന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. രാവിലത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോയത് അടുക്കളയിലേക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ കിച്ചൺ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നത് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ ഞങ്ങൾ 3 പേരാണ് താമസിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് 2 പേര് വെച്ചിട്ടാണ് ഓരോ ദിവസം ജോലി ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതാവുമ്പം എല്ലാവർക്കും ഈക്വലായിട്ട് ജോലി ചെയ്യാൻ വേണ്ടി പറ്റും. ഒരു ദിവസം ഒരാൾക്ക് റെസ്റ്റും കിട്ടും. അപ്പം ഞാൻ വീഡിയോ എടുക്കുന്ന മിക്ക ദിവസങ്ങളിലും ഞാൻ ജോലി ചെയ്യുന്ന ദിവസത്തെയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പം ഞാൻ ജോലി ചെയ്യാത്ത ദിവസത്തെ ഉണ്ട്. അപ്പം ഞാൻ മാത്രമല്ല ഇവിടെ ജോലി ചെയ്യുന്നത്, അവരും ജോലി ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ കാണുന്നവർ അങ്ങനെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിതൊന്ന് പ്രത്യേകമായിട്ട് ആദ്യം തന്നെ എടുത്ത് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ കുപ്പിയിൽ വെള്ളം നിറച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ അതാണ് കേട്ടോ ചെയ്തത്. അപ്പം അടുക്കളയിൽ വന്ന് വെള്ളം എടുത്ത് കുടിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കിലോമീറ്റേഴ്സ് അകലെയല്ല അടുക്കള, എന്നാലും ഭയങ്കര മടിയാട്ടോ. ഫുഡ് കഴിച്ചതിന് ശേഷം മാത്രമേ അങ്ങനെ ആകുമ്പോൾ വെള്ളം കുടിക്കത്തുള്ളൂ. ഇതിങ്ങനെ കുപ്പിയിലെടുത്ത് വെക്കുവാണെങ്കിൽ അത് കാണുമ്പോൾ എടുത്ത് കുടിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതാണ്. ഇതൊരു 750 ml ബോട്ടിലാണ് കേട്ടോ. മറ്റേത് ഒരു 1 ലിറ്ററിൻ്റെ ആയിരുന്നു. അപ്പോൾ അത് കോളേജിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചാൽ കേട്ടോ. പിന്നത്തെ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തലേന്ന് രാത്രി അവിടെ പാത്രങ്ങളൊക്കെ കഴുകി കമത്തി വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ രാവിലെ ആകുമ്പോഴത്തേക്കും പകുതി മുക്കാലും വെള്ളമൊക്കെ പോയിട്ടുണ്ടാവും. അപ്പോൾ അത് അവിടെ നിന്ന് എടുത്ത് മാറ്റും കേട്ടോ. അങ്ങനെ മാറ്റുമ്പോഴത്തേക്കും കുറച്ചുകൂടി സ്ഥലം കിട്ടുമല്ലോ. കാരണം ഓൾറെഡി ഇതൊരു കുഞ്ഞടുക്കളയാണ്. അതിൻ്റെ ഒപ്പം അവിടെ പാത്രങ്ങളും കൂടി ഇരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒട്ടും അവിടെ സ്പേസ് ഉണ്ടാകത്തില്ല. തലേന്ന് രാത്രി തന്നെ ഞാൻ പിറ്റേന്നത്തേക്കുള്ള സാമ്പാറിൻ്റെ കഷ്ണങ്ങളെല്ലാം വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കഷ്ണങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല, തക്കാളി, ഉരുളക്കിഴങ്ങ്, സവാള, പരിപ്പൊക്കെ ആയിട്ട്. അപ്പോൾ പിറ്റേന്ന് രാവിലെ പൊടി ജസ്റ്റ് ചൂടാക്കി ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കറി റെഡി ആവുമല്ലോ. അപ്പോൾ പിന്നെ അരി ഇടാനുണ്ടായിരുന്നു. അങ്ങനെ രാവിലത്തേക്കും ഉച്ചത്തേക്കും ഒക്കെ ഉള്ള അരി ഇട്ടു. അത് കഴിഞ്ഞിട്ട് ഇഡ്ഡലിക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കി കേട്ടോ. ഞങ്ങളിവിടെ ഇഡ്ഡലി ഭയങ്കര ഈസി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. തലേ ദിവസത്തെ കുറച്ച് ചോറ് വയ്ക്കും, അത് കഴിഞ്ഞിട്ട് ഇഡ്ഡലിയുടെ പൊടി ഉണ്ടാവും. അപ്പോൾ പൊടിയും ഈ ചോറും കൂടി ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് അരച്ചിട്ട് അത് ഡയറക്റ്റ് ഒഴിച്ചിട്ട് ഇഡ്ഡലി ഉണ്ടാക്കാട്ടോ ചെയ്യാം. അപ്പോൾ ഒരടുപ്പയിൽ ഇഡ്ഡലിയും ഒരടുപ്പയിൽ ചോറും കൂടി ആവുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ഫ്രണ്ട് എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ പിന്നെ ചായ ഉണ്ടാക്കാൻ മാത്രമായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് പറ്റുന്ന ജോലികളാണെങ്കിൽ ഞാൻ ഓൺ ദ സ്പോട്ട് എല്ലാം ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാം ചെയ്ത് അവൾ ചായ ഉണ്ടാക്കി കേട്ടോ. രാവിലെ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്ക് മഴയുണ്ടായിരുന്നു കേട്ടോ. പുറത്തിറങ്ങിയാൽ ഒന്ന് നനയാം എന്നുള്ള ഭാഗത്തിനുള്ള മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇത് കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, ജിൽന. അപ്പോൾ അവളെ എപ്പോഴും ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല എന്നൊരു പരാതി ഉണ്ടായിരുന്നു. കാരണം അവളെല്ലാ സാറ്റർഡേ സൺഡേസ് വീട്ടിൽ പോകും. മെയിൻലി ഞാൻ സൺഡേ ആണ് വ്ളോഗൊക്കെ എടുക്കാൻ. അപ്പോൾ അവളെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാറില്ല എന്നുള്ളൊരു പരാതിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നന്നായിട്ട് കാണിച്ചേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആൾ വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഒരു ലൈറ്റിന് കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഒരു വോയിസ് ഒക്കെ ഉള്ളൊരു വീഡിയോ കാണിച്ചിട്ടുണ്ട് കേട്ടോ. നനഞ്ഞു കുളിച്ചു വന്നേക്കുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഞാൻ പുതിയൊരു കപ്പ് വാങ്ങിച്ചതാണ്. 2.5 വർഷമായിട്ട് ഞാനൊരു കപ്പായിരുന്നു കേട്ടോ ഇവിടെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ജസ്റ്റ് ഒരു കപ്പിനൊരു ചേഞ്ച് കൊടുത്തേക്കാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഇഡ്ഡലി സാമ്പാറൊക്കെ കഴിച്ചിട്ട് പിന്നെ കോളേജിൽ പോയിട്ടോ. പിന്നത്തെ കാര്യങ്ങളെല്ലാം അതിന് ശേഷം കാണാം. ഹലോ, അപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്ന കേട്ടോ. ഏകദേശം സമയം ഒരു 1:08 10 അങ്ങനെ എങ്ങാണ്ട് ആയിട്ടുണ്ട്. അപ്പം ഇനിയിപ്പം ഫുഡ് കഴിച്ചൊരു
1:50-55 ആകുമ്പോഴത്തേക്കും ഞാൻ പിന്നെ തിരിച്ച് ക്ലാസ്സിലേക്ക് കയറിപ്പോവും. അപ്പോൾ ഫുഡ് കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യം ആലോചിച്ചായിരുന്നു, പിന്നെ ഞാൻ അതങ്ങ് വിട്ടു കേട്ടോ. അപ്പോൾ പിന്നെന്താ, ഉച്ചയ്ക്ക് പിന്നെ പ്രത്യേകിച്ചൊന്നും കാണാനില്ല. ഇടയ്ക്ക് ചിലപ്പം ആരെങ്കിലും വിളിക്കുന്നുണ്ടെങ്കിൽ അമ്മേനെയോ ചേച്ചീനെയോ അങ്ങനെ ആരെങ്കിലും വിളിക്കും. പിന്നെ ഫുഡ് കഴിച്ച് ഫോണൊക്കെ യൂസ് ചെയ്തു വീഡിയോസ് റീൽസൊക്കെ കണ്ടങ്ങനെ ഇരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ പോകും. അത് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ച് വരിക ഒരു 4:25-4:30 ആവും കേട്ടോ. അപ്പോൾ ഇനി ബാക്കി ഈവനിങ് വിശേഷങ്ങൾ കാണാം. ഉച്ചയ്ക്ക് പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ക്ലാസ്സിലാണെങ്കിലും ഫോൺ അലൗഡ് അല്ല, അപ്പോൾ അതുകൊണ്ട് കോളേജിലേക്ക് ഫോൺ കൊണ്ടുപോകാറില്ല കേട്ടോ. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് പോകുന്നത്. അപ്പം ഇനിയിപ്പം വൈകിട്ട് വന്നിട്ട് വൈകിട്ടത്തെ വിശേഷങ്ങൾ കാണിച്ചു തരാം. വൈകിട്ടൊരു 4:30 ആകുമ്പോഴത്തേക്കും ഞാനും ഫ്രണ്ടും കോളേജ് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് തിരിച്ചു വരും. അപ്പോൾ അത് കഴിഞ്ഞിട്ടൊരു 5 മണിയൊക്കെ ആവാറായി കഴിയുമ്പോൾ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടി ഒരു സ്ഥലത്തേക്ക് പോകും കേട്ടോ. തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ പുതിയതായിട്ട് ഞങ്ങളുടെ ഒരു ഈവനിങ് റൊട്ടീനിൽ ആഡ് ചെയ്തേക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. വേറൊന്നുമല്ല, ഞങ്ങൾ ജിമ്മിൽ പോക്ക് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ കുറേ നാളത്തെ ഒരു പറച്ചിലിനൊക്കെ ശേഷമാണ് ഞങ്ങൾ പോയി തുടങ്ങിയത്. അപ്പോൾ ജിമ്മിൽ പോകുന്നതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ പിന്നെ ചെയ്യാം. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 2 വീക്സായിട്ട് ഞങ്ങൾ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് വന്നിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ദിവസമായിരുന്നു ഇന്ന്. ചില ദിവസങ്ങളിൽ ഒട്ടും മൂടുണ്ടാവില്ല കേട്ടോ. പിന്നെ എനിക്ക് ജോലി ചെയ്യാൻ അത്യാവശ്യം മൂടുള്ള ദിവസമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു, അത് കഴുകി വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചില ദിവസങ്ങൾ അങ്ങനെയായിരിക്കും, ചില ദിവസങ്ങളിൽ മൂടൊന്നുണ്ടാവില്ല കേട്ടോ. അപ്പോൾ ആരെങ്കിലും ചെയ്യട്ടെ എന്ന് വിചാരിക്കും. ചില ദിവസങ്ങൾ മൂടുണ്ടെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഞാൻ തന്നെ ചെയ്യും കേട്ടോ. പിന്നെ ഇപ്പോൾ ഇവിടുത്തെ സാധനങ്ങളെല്ലാം പൊട്ടിച്ചിടുന്നത് ഞാനാട്ടോ. എനിക്ക് ഈ പരിപാടി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇവിടുത്തെ സ്റ്റോക്ക് എടുക്കലും കാര്യങ്ങളൊക്കെ ഞാനാണ് ഇപ്പോൾ ചെയ്യുന്നത്. അങ്ങനെ ഓരോ സംഭവങ്ങളൊക്കെ കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു ദിവസം തന്നെയായിരുന്നു കേട്ടോ. ജിമ്മിലാണെങ്കിലും വലിയ പ്രശ്നവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് വേറെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ ഷെയർ ചെയ്യാം കേട്ടോ. പിന്നെ രാവിലെ ഞാനൊരു മുട്ട പൊരിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഈ മുകളിൽ കിടക്കുന്നത് കുരുമുളക് പൊടിയാട്ടോ, വേറൊന്നും വിചാരിക്കണ്ട. പിന്നെ ചോറ് ചൂടാക്കാനുണ്ടായിരുന്നു, കറി ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ചോറ് സാമ്പാറും മുട്ടയും കൂടി കൂട്ടിയിട്ട് രാത്രിയിലത്തെ ഫുഡ് കഴിച്ചു. പിന്നെ കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല, പതിവ് പോലെ ഇവിടെ വെച്ച് ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്തേക്കുവാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ബൈ ബൈ.